UDF-ന് ഇതുപോലൊരു അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കലും വന്നിട്ടില്ല. അത്രമാത്രം അനുകൂലമാണ്. കുന്നത്നാട്ടിലെ UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ പെരുമ്പാവൂർ തഹസിൽദാർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്ക് മാത്രം നഷ്ടപ്പെട്ടൊരു മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമോ? തീർച്ചയായും ഈ പ്രാവശ്യം UDF-ന് വലിയ ഭൂരിപക്ഷമാകും ഉണ്ടാകാൻ പോകുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, 140 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടർമാർ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാണ്. അപ്പം ഭൂരിപക്ഷം ആളുകളും എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൽ കുന്നത്തുനാടും പെടും. അപ്പോൾ കുന്നത്തുനാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യവും കൂടി UDF-ന് അനുകൂലമായിട്ടുണ്ട്. 2020 എന്ന് പറയുന്ന ഒരു സംഘടന ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നണിയുടെ ഭാഗമാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ആകർഷിച്ച് കൂടെ നിർത്തിയത്. അവർ RSS പാളയത്തിലേക്ക്, BJP പാളയത്തിലേക്ക് പോയതോടുകൂടി പ്രത്യേകിച്ച് മതേതര വിശ്വാസികളായ പഴയകാല UDF-ൻ്റെ ആളുകൾ എല്ലാവരും തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അത് UDF-ന് കൂടുതൽ ആവേശം നൽകുകയാണ്. UDF-ൻ്റെ പ്രവർത്തകരെല്ലാം ഇന്ന് ബൂത്തുകളിൽ ചെല്ലുമ്പോൾ 2020-ൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ പോലും ഞങ്ങൾ ഈ കുറി UDF-നാണ് വോട്ട് ചെയ്യുന്നത്, ഞങ്ങൾ തിരിച്ച് UDF-ലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് പറയാൻ ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നത്, ഒരിക്കലുമില്ലാത്ത ഒരു ഭൂരിപക്ഷം നമുക്ക് ഈ കുറി UDF-നുണ്ടാവും. ഈ പ്രാദേശിക പാർട്ടി BJP-യോടൊപ്പം ചേർന്ന പ്രാദേശിക പാർട്ടിയുടെ ആളുകളെ കൂടുതൽ കോൺഗ്രസിലേക്ക് തിരികെ എത്തിച്ചിരുന്നു. അത് കൂടുതൽ വോട്ടുകൾ കൂടാൻ അനുകൂലമാവും അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ഈ RSS സംഘപരിവാർ ക്യാമ്പിലേക്ക് പോവുകയില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുന്നത്തുനാട് എന്ന് പറയുന്നത് മതേതര വിശ്വാസികൾ ഭൂരിപക്ഷവും താമസിക്കുന്ന ഒരു സ്ഥലമാണ്. മതേതര വിശ്വാസികളാണ് അവിടെയുള്ളത്. എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. ശ്രീ TH മുസഫ 20 വർഷക്കാലം MLA ആയിരുന്ന ഒരു സ്ഥലമാണ്. TH മുസഫയെ പരാജയപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ഇട്ട് ഇടതുപക്ഷം പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ മുസ്ലിങ്ങളുള്ളതിനെ ഭൂരിപക്ഷം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് TH മുസഫയ്ക്ക് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ബൂത്തുകളിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മതേതര വിശ്വാസികളാണ് കുന്നത്തുനാട്ടിലുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഈ സംഘപരിവാർ ക്യാമ്പിലേക്ക് ഒരു കാരണവശാലും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളും മതേതര വിശ്വാസികളും പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എത്രത്തോളം അനുകൂലമാണ്? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെൻറ്റ് തൊട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ UDF-ന് വലിയ മേൽക്കോയ്മയാണ്. 2020 ഭരിച്ചുകൊണ്ടിരുന്ന കുന്നത്തുനാട് പഞ്ചായത്ത്, മഴുവന്നൂർ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. കോലഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തിരിച്ചു പിടിച്ചു. അതേപോലെ തന്നെ ഈ വെങ്ങോല എന്ന് പറയുന്ന ഡിവിഷൻ, കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന 2020-യുടെ ഉത്ഭവ സ്ഥാനത്ത് ഉള്ള ആ പഞ്ചായത്തിൽ ആയിരക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ മേൽക്കോയ്മ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് ഭരണവും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ 3-ാം സ്ഥാനത്താണ്. യഥാർത്ഥത്തിൽ അവർ 3-ാം സ്ഥാനത്തെന്ന് പറയുമ്പോൾ വലിയ അന്തരമാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള അന്തരം. അതുകൂടാതെ ഈ LDF-ന് പഞ്ചായത്ത് അംഗങ്ങൾ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. പൂത്തൃക്ക പഞ്ചായത്തിൽ 2 അംഗങ്ങളാണ് LDF-നുള്ളത്. അതേപോലെ തന്നെ മറ്റോരോ പഞ്ചായത്ത് എടുത്താലും 1, 2, 3 പഞ്ചായത്ത് അംഗങ്ങളെ പഞ്ചായത്തുകളിലുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും തകർച്ച നേരിട്ട തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം LDF-ന് അതിലും വലിയ തകർച്ചയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ മണ്ഡലത്തിൽ UDF-ന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് പറയുന്നത്. തീർച്ചയായും UDF-ന് ഇതുപോലൊരു അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കലും വന്നിട്ടില്ല. അത്രമാത്രം അനുകൂലമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശ്രീ TH മുസഫയാണ് അവസാനം 24,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അതിനെ മറികടക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് ഈ പ്രാവശ്യം UDF എത്തിച്ചേരും. എന്തായാലും കുന്നത്തുനാട് മണ്ഡലത്തിൽ UDF-ന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് എന്നാണ് VP സജീന്ദ്രൻ പറയുന്നത്. അതിൻ്റെതായ വലിയൊരു വിജയം ആ മണ്ഡലത്തിൽ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷ് കുമാർ CP-ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.